എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കറിയാം, നമ്മുടെ കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച് നാം ആശങ്കപ്പെടേണ്ടതുണ്ട്. കുട്ടികൾ രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ്. കുട്ടികൾ എങ്ങനെ വളരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ഭാവി. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രം വളരെയേറെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്തും നാം തടഞ്ഞേ പറ്റും. കുട്ടികൾ തെറ്റായ ദിശയിലേക്ക് കടന്നാൽ പിന്നീട് അവർ മറ്റ് കുറ്റകൃത്യങ്ങളിലേക്ക് ചെന്ന് ചാടും. അത് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമാകുമെന്ന് മാത്രമല്ല, പല മോശം പ്രവണതകളും കുട്ടികളിൽ വളർന്നു വരുന്നതിനും കാരണമാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, എന്തായിരിക്കും ലോകത്തിൽ ആദ്യമായി ഒരു ഗവൺമെൻറ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരോധിച്ചത്. സോഷ്യൽ മീഡിയ ബാൻ ഇൻ ഓസ്ട്രേലിയ അണ്ടർ 16. അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10 ആണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരോധിച്ചുകൊണ്ടുള്ള നിയമം നടപ്പിലാക്കിയത്. അപ്പോൾ ലോകത്തെ തന്നെ ആദ്യത്തെ സംഭവമാണത്. അപ്പോൾ നിയമം നടപ്പിലായി 7 ദിവസത്തിനുള്ളിൽ അത്തരം അക്കൗണ്ടുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിഴയും കൊടുക്കേണ്ടതായി വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ, കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഓസ്ട്രേലിയയിൽ മനുഷ്യാവകാശ സംരക്ഷണത്തിന് അത്രമാത്രം പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പോലും ശാരീരികമായി ശിക്ഷിക്കുക, മാനസികമായി പീഡിപ്പിക്കുക എന്നിവയെ വളരെ ഗൗരവമായി കാണുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. കുട്ടിക്ക് വേദന, പരിക്ക്, ഭയം, അപമാനം എന്നിവയുണ്ടാക്കുന്ന ശിക്ഷകൾ കുറ്റകൃത്യമായി കണക്കാക്കും. ഡിസിപ്ലിൻ എന്ന പേരിൽ ഒരു അബ്യൂസ് പാടില്ല എന്നർത്ഥം. അത് അടിയേറ്റതായി പരാതി വന്നാൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ സർവീസും പോലീസും ഇടപെടും. കുറ്റം ചെയ്തതായി കണ്ടാൽ കുട്ടിയെ മാതാപിതാക്കളിൽ നിന്ന് മാറ്റി സർക്കാർ സംരക്ഷണത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇന്ത്യയിലും നിയമമില്ലാഞ്ഞിട്ടല്ല, കർശനമായ ശിക്ഷ നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഈ നിരോധനം ഒറ്റ രാത്രി കൊണ്ട് എടുത്ത തീരുമാനമൊന്നുമല്ല. വർഷങ്ങൾ നീണ്ട പഠന പ്രവർത്തനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും സൈബർ സേഫ്റ്റി അന്വേഷണത്തിൻ്റെയും ഫലമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള നിയമമാണിത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നത് വിവരം തേടാനും അത് സ്വീകരിക്കാനും പങ്കുവെക്കാനും അഭിപ്രായം പറയാനുമുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണല്ലോ. അപ്പോൾ എന്നതിനാൽ ഇന്ത്യയിൽ ഇതൊരു റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന നിലയിൽ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ യുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരാൻ കാരണം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ മുതിർന്നവർ അറിയാതെ തന്നെ അവർ സ്വയം നേരിടുന്നുണ്ട്. പ്രധാനമായും സൈബർ ബുള്ളിങ്, പിന്നെ ഓൺലൈൻ ഹറാസ്മെൻറ്റ് എന്തെങ്കിലും. അത് എന്താണ് ഈ സൈബർ ബുള്ളിങ്ങും ഓൺലൈൻ ഹറാസ്മെൻറ്റും, ഏത് തരത്തിലാണ് നമുക്ക് നോക്കാം. അപ്പോൾ അപമാനം, ഇൻസൾട്ടിങ് ചെയ്യും ഗ്രൂപ്പിലേക്കൂടിയും വാട്സപ്പ് ഗ്രൂപ്പിലേക്കൂടിയും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കൂടിയും ഒക്കെ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കുട്ടികളെയൊക്കെ മാനസികമായി വളരെയധികം വിഷമിപ്പിക്കും. കുട്ടികൾ അരുതാത്തത് പോലും ചെയ്യുന്ന ഒരു സമീപനം ലോകത്ത് എല്ലാവിടെയും നടക്കുന്നുണ്ട്. അപമാനം, അത് ഇൻസൾട്ടിങ് പല രൂപത്തിലായിരിക്കും. അത് ഒരു സാധാരണ വാക്കുകളിലൂടെയല്ല, കുട്ടിയുടെ മാന്യതയും ആത്മവിശ്വാസവും തകർക്കുന്ന കാര്യങ്ങളായിരിക്കും അത്. അപ്പോൾ നിനക്കൊരു വിലയുമില്ല, നീ കൊള്ളാത്തവനാണ്, നിന്നെ കാണാൻ ഭീകരനെ പോലെയുണ്ട്, വൃത്തികെട്ടവൻ എന്നൊക്കെയാണ്. അതൊക്കെ കുട്ടികളെ, ചെറിയ കുട്ടികളൊക്കെ അല്ലേ, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ അവർ വല്ലാതെ മാനസികമായി സമൂഹത്തിൽ അവരെ സുഹൃത്തുക്കളുടെ ഇടയിൽ അപമാനിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമം മറ്റ് വല്ലാതായിരിക്കും. അപ്പം അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചായിരിക്കും ഇൻസൾട്ടിങ്. അതേപോലെ തന്നെ ബോഡി ഷേമിങ്ങിൻ്റെ കാര്യത്തിലുള്ള ശരീരം, നിറത്തിൻ്റെ പേരിൽ, ഉയരം ഇത്രയേ ഉള്ളൂ, നീ ഭാരം, നീ തടിയനാണ്, അങ്ങനെയാണ്, അല്ലെങ്കിൽ നീ മരിച്ച പെൻസിൽ കൊള്ളി പോലെയുള്ള എന്നുള്ള അങ്ങനെയുള്ളൊരു ഇത്. അതുപോലെ തന്നെ മുഖത്തെക്കുറിച്ചിട്ടുള്ളത്, മുഖം വികൃതമായ മുഖം എന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ചിട്ട്. ഇപ്പോൾ മുടിയെ സംബന്ധിച്ച്, വേഷം, കുട്ടികളുടെ വേഷം, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസൾട്ടിങ് വേറെയും നടക്കും.
അപ്പോൾ ഗ്രൂപ്പ് ട്രോളിങ് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കുറേ പേർ അറിയുന്ന തരത്തിൽ ട്രോൾ ചെയ്ത് അപമാനിക്കുക വെച്ചാൽ കുട്ടികളിൽ അത് വളരെയധികം മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ഇവർ പഠനം ഒക്കെ ഉപേക്ഷിക്കും, പഠനം നടത്താൻ പറ്റാത്ത അവസ്ഥ, മാനസിക സ്കൂളിൽ പോകാൻ മടി, ഇതൊക്കെ കാണിക്കുമ്പോൾ ഫേക്ക് എൻകൗണ്ടർ വഴി ഭീഷണിപ്പെടുത്തുക, അതുപോലെ പബ്ലിക് റെഡിക്യൂൾസ്, പൊതുവായിട്ടുള്ള അത് പരിഹസിക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക, വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് പ്രചരിപ്പിക്കുക, പബ്ലിക് ഷെയിം ആക്കുക, കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന അവസ്ഥ. ഇങ്ങനെ കുട്ടികൾ പലതരത്തിലുള്ള ഇങ്ങനെ സ്കൂൾ ലൈഫും ഓൺലൈൻ ലൈഫൊക്കെ തകർന്നു പോകും കുട്ടികളുടെ. അപ്പോൾ ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ പാരൻസ് വളരെയധികം ഒന്നും കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാത്ത ഒരു വിഷയമാണ്. കൂടുതൽ പാരൻസ് ഇതിനെക്കുറിച്ച് അറിയില്ല. കുട്ടികൾ എത്രമാത്രം ടെൻഷൻ ഇതിലെ കൂടി അനുഭവിക്കുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ പണം കൊടുത്ത് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥയാണിത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ സാധിക്കണം. അതിന് മാതാപിതാക്കൾ ശ്രമിക്കണം. മാതാപിതാക്കൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ വീടുകളിൽ കുട്ടികളുടെ അവസ്ഥ ഇതാകും. അപ്പോൾ അതുപോലെ തന്നെ സെക്സ് വേർഡ് ഉപയോഗിച്ച് അപമാനിക്കും, വാട്സപ്പ് പോലെയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കുക, നീ ഇവിടെ വേണ്ട എന്നുള്ള സമീപനം, കൂടാതെ വിവിധ ഡേറ്റിംഗ് ആപ്പുകൾ വഴി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പരിചയപ്പെട്ട് പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ ലോകത്തെമ്പാടും തന്നെ കൂടി വരികയാണ്. ഇതിനിടെ കാസർഗോഡ് നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ട് നടപടിയെടുക്കുന്നുള്ളൂ. അധികമായി ഇതൊക്കെ പിന്നെ അധികമാരും അറിയാത്ത കുറേ ഗെയിം ചാലഞ്ച് വഴി കുട്ടികളെ അപകടത്തിലേക്ക് തള്ളിവിടും. അപ്പോൾ അങ്ങനെ പോലീസിന് പോലും അറിയാത്ത അപകടം നിറഞ്ഞ ആപ്പുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നത് സമൂഹത്തിൽ തന്നെ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ അങ്ങനെ കുട്ടിയുടെ ആത്മവിശ്വാസം തകർക്കുന്ന കഠിന മാനസിക വേദന ഉണ്ടാക്കുന്ന ഓൺലൈൻ പ്രവർത്തനമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് എന്നതിനാലാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് ഏജ് റെസ്ട്രിക്ഷൻസ്, അതായത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയുള്ളത്. അപ്പോൾ എങ്കിലും ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യാൻ പൂർണ്ണമായും അനുവദിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. ഓസ്ട്രേലിയ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതായത് ഇൻ്റർനെറ്റ് ബ്രൗസിങ്, ഗൂഗിൾ സെർച്ച്, യൂട്യൂബ് വീഡിയോ, സൈൻ ഇൻ ഇല്ലാതെ വിക്കിപീഡിയ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ ഓൺലൈൻ ലേണിംഗ് ആപ്സ് ഉണ്ട്, ഇമെയിൽ, സ്കൂൾ ഓൺലൈൻ സിസ്റ്റംസ്, ന്യൂസ്, വിവരങ്ങൾ അറിയാനുള്ള പത്രമാധ്യമങ്ങളിലുള്ള ന്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മറ്റു സ്കൂൾ പോർട്ടൽസ് ഒക്കെ ഉണ്ട്. ഇവയൊക്കെ സെർച്ച് ചെയ്യാനും പഠന പ്രവർത്തനങ്ങളും വിവര സാങ്കേതിക വിദ്യ എന്ന നിലയിൽ അറിയാനുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ നടത്താവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് ഒക്കെ ഉണ്ട്. യൂട്യൂബ് അക്കൗണ്ട്, സൈൻ ഇൻ, എക്സ് എന്നുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, ആപ്പുണ്ട് എക്സ്. അത് മുമ്പേ ട്വിറ്റർ ആയിരുന്നു. ആ ട്വിറ്ററിൻ്റെ പേര് മാറ്റിയിട്ടാണ് ഇപ്പോൾ എക്സ് എന്നാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് മറ്റു ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇവയെല്ലാമാണ് 16 വയസ്സിന് താഴെയുള്ളവർക്ക് ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആഗോള മനുഷ്യാവകാശ ദിനത്തിൽ തന്നെ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ശക്തമായ ഒരു സന്ദേശം എന്ന നിലയിൽ തന്നെ. ശരിക്കും പറഞ്ഞാൽ എത്രയോ വലിയൊരു കാര്യമാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. വിമർശകർ എന്തു തന്നെ പറഞ്ഞാലും സ്വന്തം രാജ്യത്തെ കുട്ടികളെ അവരുടെ നാശത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് പുതിയ കാലത്തെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഓൺലൈൻ ഗെയിമിലൂടെ മാത്രം ദിവസേന എന്നോണം എത്രയോ കുട്ടികളുടെ ജീവൻ നഷ്ടമാകും, എത്രയോ കുടുംബങ്ങൾ അനാഥമാകുന്നു. കുട്ടികളെ ഓൺലൈൻ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കുട്ടികളുടെ സുരക്ഷ ഒരു മനുഷ്യാവകാശ പ്രശ്നമാണെങ്കിലും സോഷ്യൽ മീഡിയ റൈറ്റ് എന്ന പേരുള്ള അവകാശവാദമൊന്നും നടത്താൻ പറ്റില്ല. ഒരു സ്വതന്ത്ര അഭിപ്രായ പ്രകടനത്തിലുള്ള അവകാശം എന്ന് ഇതിനെ കാണാവുന്നതാണ്. അപ്പോൾ ഇത് UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയും. അതിൻ്റെ ആർട്ടിക്കിൾ 19 പ്രകാരം റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇത് ഓരോരുത്തർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായം പറയാം, വിവരം തേടാം, വിവരം സ്വീകരിക്കാം, വിവരം പങ്കുവയ്ക്കാം എന്നിവയ്ക്കുള്ള അവകാശമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അടിസ്ഥാന മനുഷ്യാവകാശത്തിലാണ് ഇത് വരിക. അപ്പോൾ കൂടാതെ റൈറ്റ് ടു ആക്സസ് ഇൻഫർമേഷൻ, വിവര ലഭ്യതയുടെ അവകാശം, സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, പൊതുജന വിവരങ്ങൾ എല്ലാം ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ആർട്ടിക്കിൾ 27 അതായത് പൊതു സാംസ്കാരിക ജീവിതത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്, കുട്ടികൾക്കുമുണ്ട് എന്നതും ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഒരാളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതിനാൽ റൈറ്റ് ടു
അത് പ്രൈവസി റൈറ്റ് ബാധകമാണ്. അത് റൈറ്റ് ടു പ്രൈവസി. അത് UDHR ആർട്ടിക്കിൾ 12 പ്രകാരം ഓരോ വ്യക്തിക്കും സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് കൂട്ടായ്മകൾ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്, ഗ്രൂപ്പ് ഫോറംസ് ഒക്കെ ഓൺലൈനിൽ നടത്താവുന്നതാണ്. അപ്പോൾ UN കൺവെൻഷൻ ഓൺ ദി റൈറ്റ് ഓഫ് ദി ചൈൽഡ്, UNCRC എന്ന് പറയും, അത് അടിസ്ഥാനമാക്കിയാണ്, ആ ഒരു പ്രമാണം, ആ ഒരു രേഖ അടിസ്ഥാനമാക്കിയാണ് ഓസ്ട്രേലിയൻ സർക്കാർ നടപടിയെടുത്തത് എന്ന് പറയപ്പെടുന്നു. ഓസ്ട്രേലിയൻ സർക്കാർ പറയുന്നത് സൈബർ ബുള്ളിങ്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ബോഡി ഇമേജ്, പ്രഷർ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നിവയൊക്കെ കുറക്കാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് സ്റ്റെപ്പ് ആണെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അത് ശരിയാണ്. കാരണം ഇന്ന് കുട്ടികൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഇതൊക്കെ കണ്ട് കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം അഡിക്ഷൻ ആകുന്നുണ്ട്. അവർക്കത് ഒഴിവാക്കാൻ, ഫോൺ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് പോലും ഇന്ന് 4-3 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഇന്ന് മൊബൈൽ ഫോൺ മാതാപിതാക്കൾ കൊടുത്തിട്ട് അതിനെ കളിക്കാൻ വിട്ട് മാതാപിതാക്കളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്നു. അത് പിന്നീട് കുട്ടികളത് ഉപയോഗിച്ച് വലുതാകുമ്പം അത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ എന്നാൽ ഇന്ത്യയിൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കാൻ പാരൻ്റൽ സമ്മതം നിർബന്ധമാണ്. പുതിയ നിയമം അനുസരിച്ച് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വ്യക്തിഗത ഡാറ്റ, അതായത് പേര്, പ്രൊഫൈൽ ചിത്രം, വിനിമയമൊക്കെ മുതലായവ പ്രോസസ്സ് ചെയ്യുന്നതിന് രക്ഷിതാവിൻ്റെ സമ്മതം വേണം എന്ന്. ആ പാരൻ്റൽ കൺസെൻറ്റ് നിർബന്ധമാണ് ഇന്ത്യയിൽ. അമേരിക്കയിൽ 13 വയസ്സിന് താഴെയുള്ളവർക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ 13 വയസ്സിന് താഴെയുള്ളവർക്ക് കർശന നിയമം ഇപ്പോഴും നിലവിലില്ലെന്ന് സുപ്രീം കോടതി ഇതിനിടയ്ക്ക് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എന്നാൽ IT ആക്ട് പ്രകാരം 2000 പ്രകാരം IT ആക്ട് 2000 പ്രകാരം സൈബർ ലോ വഴി കുട്ടികളെ അപകടകരമായ ഇടങ്ങളിൽ നിന്ന് രക്ഷിക്കാനും ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ആയിട്ടുള്ള കണ്ടന്റുകൾ നീക്കം ചെയ്യാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. സർക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ അശ്ലീല സൈറ്റുകളൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ആ സൈറ്റുകളൊന്നും ഇന്ന് ഓപ്പണല്ല. സർക്കാരിന് കർശനമായ നിയന്ത്രണം അതിലൊക്കെ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ സ്കൂളുകളിൽ സൈബർ സുരക്ഷാ പരിശീലനം നൽകാനും വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ബോധവൽക്കരിക്കാനും ശ്രമങ്ങൾ നൽകി വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇത്തരം ഒരു നിയമം കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും നാം സ്വന്തം നിലയിൽ കുട്ടികൾക്ക് നിയന്ത്രണം വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ ലോകത്തെല്ലായിടത്തും ഭാവിയിൽ ഇതേ നിയമം കൊണ്ടുവരേണ്ടതായി വരുമെന്നതിൽ സംശയമില്ല. അപ്പോൾ അതായത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. പരമാവധി ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കുട്ടികൾ ഫോണിലും കമ്പ്യൂട്ടറുകളിലും എന്ത് ചെയ്യുന്നു എന്നും എന്തൊക്കെ തിരയുന്നു എന്നും നാം മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ വരാൻ പോകുന്ന അപകടം നേരത്തെ തടയാൻ പറ്റും. അപ്പോൾ പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.